എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് റിയാക്ഷൻ ആണ്. സൗണ്ട് ഇല്ലാഞ്ഞിട്ട് എനിക്കെന്നെ ചിരിയാണ്. കൊല്ലിക്ക് പിടിച്ചോലെ പെട്ടെന്ന്. ഞാനിപ്പോ ഓക്കെ കേട്ടോ. എന്റർടൈൻമെന്റ് റിയാക്ഷൻ ആണ്. കളം കാവൽ വന്നായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നു. വന്നു രണ്ടും വന്നിട്ടുണ്ട്. പോസ്റ്ററും വന്നു, നീ പറഞ്ഞതും വന്നു. കളംകാവൽ സിനിമയുടെ ഒഫീഷ്യൽ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്നലെ 11/11 ഇത് വന്നത് കേട്ടോ. ഞങ്ങൾക്ക് ആ സമയത്ത് ഇതിന്റെ റിയാക്ഷൻ ഇടാൻ പറ്റിയില്ല. അതിന് കാരണം ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈസ്റ്ററൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടു വഴിയിലായിരുന്നു. അതെ, രണ്ട് വഴിയിലായിരുന്നു. അപ്പൊ എന്തായാലും പോസ്റ്റർ വന്നു, ഒരു രക്ഷയില്ല. കാരണം അതിനകത്ത് ആൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാവാതെ. ആ ചിരിയിലും ആ ലുക്കില് പല സംഭവങ്ങളും ഉണ്ട്. എന്തായാലും ഇതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുമ്മൽ. രണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പോസ്റ്ററിനെ കുറിച്ച് പറയാം. അതായത് ഫുള്ളായിട്ട് ബ്ലാക്കിൽ, അത് രാത്രി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പോസ്റ്ററാണ്. അതിൽ കളങ്കാവൽ എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസിങ് ടുമാറോ 11/11 AM ഈ സമയത്ത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്ത് ഇത് വരും എന്നുള്ള അനൗൺസ്മെൻ്റ് ആണ്. പക്ഷേ ഇതിലുള്ളൊരു പിക്ചർ, അതായത് ഒരു ജനലോ വാതിലോ എന്തോ വലിയ ബിൽഡിംഗ് ആയിട്ടാണോ? വലിയ ബിൽഡിങ്ങും ജനലിന്റെ ഒരു സെറ്റപ്പ് അല്ല. അതെ. എന്തായാലും റെഡ് ലൈറ്റ് ആണ്. അത് ബിൽഡിംഗ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ വീടിന്റെ ഉള്ളിലുള്ള കളറാണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിന് പുറത്ത് ഒരു 5 മൂങ്ങകൾ. അതിൽ 4 മൂങ്ങകൾ ചെറിയ മൂങ്ങ, ഒരെണ്ണം മാത്രം വലുത്. ഫാമിലി ആയിട്ട് ഇറങ്ങിയേക്കാന്ന് തോന്നുന്നു മൂങ്ങകള്. എന്താ സംഭവം അത്? അപ്പൊ ഒരു മൂങ്ങയല്ല, ഒരുപാട് മൂങ്ങകളുണ്ട്. അതെ. എന്നിട്ട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡോറിലേക്ക്, ഈ മൂങ്ങകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കുറേ റെഡ് ലൈൻസ്, ഈ റിബണൊക്കെ പോലുള്ള ലൈൻസുകൾ അങ്ങനെ നീണ്ടു കിടക്കുക. എന്തൊക്കെയോ അർത്ഥങ്ങളാട്ടത്. അല്ലെങ്കിൽ സിനിമ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ക്യാരക്ടറിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കാം മേ ബി ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മെയിൻ സബ്ജക്റ്റ് നടക്കുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ, എന്തൊക്കെയോ സംഭവം ഉണ്ട് അതിൽ, എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യെസ്. പക്ഷേ അതിനുശേഷം ഇവർ അടുത്ത ദിവസം, അതായത് ഇന്നലെ 11/11 ഇതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. അതിൽ ഈ ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. സത്യം. ചിലത് അങ്ങനെയാണല്ലോ, ചിലതിൻ്റെ അതേ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കാം അതിൻ്റെ സെക്കൻഡ് ലുക്ക് വരിക. ഇത് അങ്ങനെയല്ല വന്നിട്ടുള്ളത്, തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബന്ധമില്ല. അതെ, അതാണ് അതിന്റെ മലയാളം. ശരിക്കും ഒരു പോസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു വർക്കൊന്നുമില്ല ഇതില്, നോർമൽ ചെറിയൊരു ഗ്രേഡിങ്, അത് മാത്രമേ ഉള്ളൂ. ഇതിന് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂക്കയുടെ ഈ ലുക്ക്, ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം. അങ്ങേറെ മുഖത്തുള്ള ഭാവം, എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നത്, നോട്ടം, ഇതിനകത്തൊക്കെ പല അർത്ഥങ്ങളാണ്. ഇത് ഏത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല, ഇത് ഏതിനകത്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന്. ഇത് കാമം, അതെ, ഉണ്ട്, ശൃംഗാരം ഉണ്ട്, പിന്നെ എന്തോ ഒരു സാധനം, ഒരു വശീകരിക്കൂലേ നമ്മളിങ്ങനെ നോക്കി, ആ ഒരു സംഭവം. പിന്നെ എന്താ പറയാ, എന്തോ ഒരു കാര്യം ചെയ്തതിന് ശേഷം വരുന്നുണ്ട്, പണി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ശരിയായിരിക്കും, നിഗൂഢത, അങ്ങനെ എല്ലാം കൊണ്ടും ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അതായത് വശീകരിച്ച് പറ്റിച്ച് ഉള്ളിൽ വേറൊരു സംഭവം ഉള്ളിൽ വെച്ചിട്ട്, ആൾക്ക് വേറെ ലക്ഷ്യമുള്ളത്, ആ ലക്ഷ്യം ഉള്ളിൽ മറച്ചു വെച്ചിട്ട് ഇരയെ നോക്കി ചിരിക്കുന്ന ഒരു വില്ലൻ, സൈക്കോപാത്ത്. അതാണ് സൈനൈഡ് മോഹൻ. എന്താ ഈ മുന്നിലൊരു ഈ കളങ്കാവൽ എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ഭാഗത്ത് ഒരു ബ്ലർ ആയിട്ടൊരു സംഭവം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ എന്തോ കൂൾ ബാറോ അങ്ങനെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു, ജ്യൂസിന്റെ സംഭവം, അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇതാണ് തോന്നുന്നു. അതായത് മുന്നിലിരിക്കുന്ന ഏതോ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു സംസാരം ഏതെങ്കിലും ഒരു കോഫി ബാറിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ഥലത്തായിരിക്കാം. അപ്പൊ അതിന്റെ ഈ സ്ട്രോ ഉണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നത്, അതാണ് ബ്ലറായിട്ട് കാണുന്നത് തോന്നുന്നു. അപ്പൊ അതിലൂടെ ഈ ഒരു ടൈപ്പില് പെൺകുട്ടികളെ വളയ്ക്കുന്ന പടം പണ്ടേ നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്, കൂട്ടേട്ടൻ.
ഫുള്ള് കോളേജിൽ പോയിട്ട് അത് കോമഡി സാധനം കുട്ടേട്ടന് കിട്ടൂല. അതാണ് കിട്ടൂല, വെറും പുളിച്ചിത്തരം കൊണ്ട് നടക്കാറ് മാത്രമേ ഉള്ളൂ. ആഗ്രഹമുണ്ട്, കിട്ടൂല കുട്ടേട്ടന്. കഴിഞ്ഞിട്ട് ലാസ്റ്റ് പെട്ടു കിട്ടാത്ത കുട്ടേട്ടനാണ്. ഇതങ്ങനെയല്ല, ഇത് കിട്ടി 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 തഴമ്പ് വന്ന കുട്ടേട്ടനാണ്. അതിലേക്കാണ് അതിന്റെ, അത് ഏത് രീതിയിലാണോ അതിന്റെ നേരെ എതിരാണ് ഇതില് വരാൻ. അത് വെറും കോഴി, അതൊക്കെ നമ്മുടെ കഥാപാത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേക ലക്ഷ്യത്തോടെ ചെയ്ത് കാണിച്ചു കൂട്ടുന്നത് ഭീകരമായ കാര്യം. അതായത് പുറത്തു വരുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ആണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുള്ളത്. എന്താണെങ്കിലും ഈ ഒരു ക്യാരക്ടർ ആണെന്നുള്ള കാര്യം അറിയാലോ, അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം അതിനകത്ത് എന്തൊക്കെ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. ജോൺ ബ്രിട്ടാസിന്റെ തലയിലിട്ട് കൊടുക്കാം. ജോൺ ബ്രിട്ടാസ് പറഞ്ഞില്ലേ, ഉറ്റ സുഹൃത്ത്, അതായത് കുറെ പെൺകുട്ടികളെ വശീകരിച്ച് കൊല്ലുന്ന ഒരു കഥാപാത്രം. സിമ്പിൾ ആയിട്ടൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയി. ഓക്കെ, എന്തായാലും ഒരു അടിപൊളി പോസ്റ്ററാണ്. അടിപൊളി പോസ്റ്ററാണ്. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഫസ്റ്റ് ലുക്കിലെ അതേപോലെ തന്നെ ഉണ്ടോ? അതെ. അപ്പോൾ ഹെയർ സ്റ്റൈൽ മുഴുനീളം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് വ്യക്തമായി. ഏകദേശം ഉറപ്പ് തന്നെയായിരിക്കും. അതെ അതെ. എന്താണെങ്കിലും പടം എന്തായിരുന്നു അടുത്ത മാസം, അതായത് മെയ് 22-ാണ് പ്ലാനിങ്ങിലുള്ളത്. അതെ, വരട്ടെ. അടുത്തതായിട്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ്. ഓക്കെ, എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഓക്കെ, ബസൂക്കൊക്കെ എന്താ സംഭവിച്ചെന്ന് അറിയാലോ. ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അങ്ങനെയൊക്കെ. അതെ, അല്ലെങ്കിലും ഇത് എനിക്ക് തോന്നുന്നില്ല കളക്ഷൻ നേടാൻ വേണ്ടി വരുന്ന സിനിമയാണ്. അങ്ങനെയുള്ള സിനിമ അല്ലത്. അത് നല്ല സിനിമ, നല്ല ഒരു കണ്ടന്റ് പറയുന്ന ഒരു നല്ല സബ്ജക്റ്റ്, അത് നല്ല രീതിയിൽ വെടിപ്പായിട്ട് വരുമോ എന്നുള്ളത് മാത്രമാണ്. എന്തായാലും വരുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ ഈ പോസ്റ്ററിൽ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ബ്രഹ്മയുഗം സിനിമയിൽ പ്രധാനമായിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്തത് എന്താ, മമ്മൂക്കയുടെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ പെർഫോമൻസ്, അത് പോസ്റ്ററിലും അതിന്റെ എല്ലാ കണ്ടന്റിലും വ്യക്തമായിരുന്നു. ഇതിലും അത് തന്നെയാണ്. ഫസ്റ്റ് ലുക്കിലായാലും സെക്കൻഡ് ലുക്കിലായാലും മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ് ഇതിൽ എടുത്തു കാണിക്കുന്നത്. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെയായിരുന്നു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിന്റെ സിനിമകളുടെയും നൻപകൽ നേരത്തെ മയക്കം, അതിലും മമ്മൂക്കന്റെ ക്ലോസ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ആളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി തന്നെ. പക്ഷെ സിനിമയിൽ നമ്മൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി, ആ ഒരു ഇമോഷൻ രംഗത്ത് അത് കിട്ടിയതുമില്ല. ഓക്കെ, എന്തായാലും കുറച്ച് കമൻസ് ഉണ്ട്. എല്ലാത്തിലും ഈ ചിരിയെക്കുറിച്ചാണ് കമൻസ് കേട്ടോ. ആ ചിരിയിലുണ്ട് എല്ലാം എന്നുള്ളതാണ് ഒരു കമൻറ്റ്. സത്യമാണ്. ഇത് കത്തും, ഇങ്ങനൊരു വില്ലൻ ആയാൽ തീയാണെന്ന്. വില്ലൻ യാർഡാണ്, ഞാൻ താ വില്ലൻ. I have never been scared and creeped out by his previous characters like this, even in പാലേരി മാണിക്യം. പാലേരി മാണിക്യം മോനെ, അതിലുണ്ടല്ലോ ശ്വേതാമേനോന്റെ ക്യാരക്ടർ പറയാലോ, ഈ തിന്നുന്നത് മൊത്തം ഒഴുകി വേർത്തു പോണെങ്കിൽ അതിന് ഈ ഒരു ശരീരം ഉള്ളല്ലോ എന്ന് പറയുന്ന ഡയലോഗില്ലേ, ആ സമയത്തുണ്ട് ഒരു നോട്ടം ഒരു ചിരി. ഒരു വകുപ്പിൽ നോക്കുമ്പോ അതെ അതെ അതെ. പക്ഷെ അതൊരു 1-2 നിന്നൊരു ക്യാരക്ടറാണ്. അതൊരു സത്യം. ഈ 10-20 പോയിട്ടില്ലേ. അതെ അതെ അതെ. ഓക്കെ, എന്താണെങ്കിലും കത്തട്ടെ, കത്തും. അങ്ങനെ തന്നെയാണ് കമന്റ്സിൽ മൊത്തം കത്തും എന്നുള്ളത് തന്നെയാണ്. കമന്റ് ബോക്സ് ഫുള്ള് കത്തും എന്നാണ് പറയുന്നത്. തീയും ബന്ധമാണ്. അതെ, ശൃംഗാരം കമന്റ് അതിനകത്ത് എല്ലാം പൊടി ആ ഒരു ചിരിയിലേ എല്ലാ സാധനവും നമ്മളെന്തൊക്കെയാണോ വിചാരിക്കുന്നത് അതൊക്കെ കാണാനുണ്ട്. കൗശലം, അതായത് ഒരു കള്ളൻ എന്തോ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ചിരിയൊക്കെ ചിരിക്കും. അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട്. പക്ക സൈക്കോപാത്ത് തന്നെ, എല്ലാം വ്യക്തമാണ്. പക്ഷെ മുന്നിലിരിക്കുന്ന ആൾക്ക് മാത്രം മനസ്സിലാവില്ല. ആൾക്ക് എന്തായിരിക്കും അത് പക്ക റൊമാൻസ് ആയിരിക്കും. അവിടെ തന്നോടുള്ള ഇഷ്ടം കാരണം എന്നുള്ളത് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. എന്താണെങ്കിലും സിനിമ സ്ക്രിപ്റ്റ് വായിച്ചവർക്കും സ്ക്രിപ്റ്റ് എഴുതിയത് മുതലേ സിനിമ കാണുന്നവർക്ക് വരെ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഇതല്ല മുതലിരിക്കുന്നവർക്ക് അറിയില്ല, കൊല്ലപ്പെട്ടവർക്ക് ആർക്കും അറിയില്ല. അപ്പൊ എന്തായാലും ഗംഭീരമാട്ടെ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.